കോതമംഗലത്തിന് സമീപം ഊന്നുകല്ലിൽ ആളില്ലാത്ത വീട്ടിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ആദ്യം നമുക്ക് കേസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഒരു ബ്രേക്ക് ഓപ്പൺ കേസായിട്ടും അറ്റംപ്റ്റ് ടു തെഫ്റ്റ് കേസായിട്ടാണ് നമുക്ക് ഇവിടെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടായത്. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബേസിക്കും എൻക്വയറികളും പിന്നെ പരിശോധനകളും നടത്തിയ സമയത്താണ് ഇങ്ങനെ കുറച്ചൊരു സ്മെല്ല് കണ്ടതും പിന്നെ പെട്ടെന്ന് ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഉള്ള മാൻ ഹോൾസ് പോട്ട് ഹോൾസ് എല്ലാം ഒന്ന് പരിശോധിക്കാൻ തുടങ്ങി. ഫോറൻസിക് ടീമും പെട്ടെന്ന് ഇവിടെ എത്തി. അപ്പോൾ അതിൻ്റെ പരിശോധനയാണ് നമുക്കിവിടെ ഒരു മരിച്ച സ്ത്രീൻ്റെ ഒരു മൃതദേഹം ഇവിടെ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ബോഡി എടുത്തിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ഫർദർ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. അതുമാത്രമേ നമുക്ക് സംശയത്തിലുള്ള കേസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനായിട്ട് നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുടെ പിടിക്കാനും അവരെ പരിശോധിക്കാനും അവരെ എൻക്വയറി ചെയ്യാനുള്ള ടീമും ഫോം ചെയ്തിട്ടുണ്ട്. റൂറൽ SP ഹേമലതയുടെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ലാൽ കൃഷ്ണൻ വിശദാംശങ്ങളുമായി. ലാൽ കൃഷ്ണൻ, അതൊരു സ്ത്രീയുടെ മൃതദേഹമാണ് എന്നതിനപ്പുറത്തേക്ക് പോലീസിന് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ടല്ലോ. അനുജ, ഒരു മോഷണ ശ്രമം എന്ന് തുടങ്ങിയൊരു കേസാണ് ഇപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ സ്ത്രീയുടെ മൃതദേഹം പുറത്തെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മാൻഹോളിനകത്ത് തന്നെയാണ്. അത് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നതേ ഉള്ളൂ. പൂർണ്ണമായിട്ടും മാൻഹോളിനകത്ത് നിന്ന് പുറത്തെടുത്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ സാധിക്കുകയുള്ളൂ. അല്പസമയങ്ങൾക്ക് മുമ്പാണ് എറണാകുളം റൂറൽ SP ഹേമലത ഇവിടെ വന്ന സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ഇതിന് പുറമെ പെരുമ്പാവൂർ ACPക്കും അതോടൊപ്പം മൂവാറ്റുപുഴ DYSPക്കുമാണ് ഈ കേസിൻ്റെ അന്വേഷണ ചുമതല പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കുറുപ്പുംപടി ഭാഗത്തു നിന്ന് കാണാതായ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇത് എന്ന് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കേസിൽ പെരുമ്പാവൂർ ACP അടക്കമുള്ളവർ ഭാഗവാക്കാകുന്നത്. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നിലവിൽ. മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബന്ധുക്കളെ അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഉടമസ്ഥൻ കൂടിയായിട്ടുള്ള ഫാദർ മാത്യു ജേക്കബ് ഇവിടെയുണ്ട്. ഇദ്ദേഹമാണ് ഈ സംഭവം നടന്ന തൊട്ടു പിന്നാലെ പുറത്തേക്ക് ഈ വിവരം അറിയിക്കുന്നത്. ഫാദറിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ സ്മെല്ലടിച്ചതിനെ തുടർന്നാണോ ഈ വിവരം പ്രതികരിക്കുന്നത്? ഞാൻ 18-ാം തീയതി ഇവിടെ വന്നിരുന്നു. 18-ാം തീയതി ഒരു പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് ഇവിടെ വന്നു. പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് വന്നു, ഇവിടെ പ്രാർത്ഥിച്ചു. ഞാനായിട്ട് ഇവിടുന്ന് പോവുകയും ചെയ്തു. ഞാൻ തൊടുപുഴ പൈങ്ങോട്ടൂർ 2 പ്രയർ ഉണ്ടായിരുന്നു. 20-ാം തീയതി ഇന്നിവിടെ വന്നപ്പോഴാണ് ഇന്നത്തെ കാര്യം. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് വന്ന് പോലീസ് വിളിച്ചിട്ടാണ് വന്നത്. വന്നു കഴിഞ്ഞാൽ ഇവിടെ അകത്ത് കയറിയപ്പോൾ സ്മെല്ല് ഞാൻ അപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വേഗം തന്നെ അവർ വന്നു അതിൻ്റെ വേണ്ട നടപടി സ്വീകരിച്ചു. അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഫാദർ ഇവിടെ വന്ന സമയത്ത് ഒരു മോഷണ ശ്രമത്തിൻ്റെ ഭാഗം കണ്ടിരുന്നു. അതായത് ഈ വീടിനോട് ചേർന്നുള്ള, അതായത് പുറത്തുനിന്ന് അകത്തേക്ക് കയറാനുള്ള മറ്റൊരു വാതിൽ, ആ വാതിലിനോട് ചേർന്ന് വരുന്ന ആ ഭാഗത്ത് ആ ഗ്രില്ല് പൊളിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതായിട്ട് കണ്ടിരുന്നു. ആ ശ്രമം കണ്ടതിനെ തുടർന്നാണ് പോലീസിന് വിവരം അറിയിക്കുന്നത്. പിന്നാലെയാണ് ഇവിടെ ഒരു കൊലപാതകത്തിൻ്റെ കഥയുടെ ചുരുളഴിയുന്നത്. കോതമംഗലം ഊന്നുകല്ലിൽ കണ്ടെത്തിയ മൃതദേഹം അത് കൊലപാതകം ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചത്.